പ്രധാനപ്പെട്ട സങ്കീർണമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയാണ് കേരളം, പ്രത്യേകിച്ച് UDF രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണേണ്ടത് ഈ ചർച്ചയിൽ മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് ആവശ്യപ്പെടുമ്പോൾ മൂന്നാം സീറ്റ് ലീഗ് കടുംപിടുത്തം പിടിക്കുകയാണ് എങ്കിൽ അത് ലോക്സഭാ സീറ്റ് ആണെങ്കിൽ തന്നെയും UDFനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ ഈ പാനലിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ലീഗ് ഒരു കോംപ്രമൈസ് ഫോർമുലയിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത്, രാജ്യസഭാ സീറ്റ് എന്ന കോംപ്രമൈസ് ഫോർമുലയിലേക്ക്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലോക്സഭയിൽ ഇപ്പോൾ 19 സീറ്റുകളും സിറ്റിംഗ് സീറ്റുകളാണ്. മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന വയനാട് രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിച്ചിട്ടുള്ള സീറ്റാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച തീരുമാനം അവസാന ഘട്ടത്തിലേ ഉണ്ടാകൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആ സീറ്റിന് ക്ലെയിം ചെയ്യേണ്ടതില്ല എന്ന് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് കോഴിക്കോടാണ്. നോക്കൂ, അതും സിറ്റിംഗ് സീറ്റാണ്. ആ സിറ്റിംഗ് സീറ്റ് ആവശ്യപ്പെടുമ്പോൾ കോൺഗ്രസിൻ്റെ കേഡറുകളിൽ നിന്നുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള എതിർപ്പ് അതൊരുപക്ഷെ മലപ്പുറത്തെയും പൊന്നാനിയിലെയും വിജയസാധ്യതയെ പോലും ബാധിച്ചേക്കാം എന്നുള്ള സംശയം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്ത നിലയ്ക്ക് കോഴിക്കോട് ലോക്സഭാ സീറ്റിന് വേണ്ടിയുള്ള ക്ലെയിം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നു എന്നാണ് കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ക്ലെയിം ലീഗ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന്, പ്രത്യേകിച്ച് അതിൻ്റെ കൺവീനറായിട്ടുള്ള EP ജയരാജൻ വളരെ സജീവമായി ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ലീഗിന് ഇപ്പോഴുള്ളതിനേക്കാൾ സീറ്റ് കിട്ടും എന്നാണ് EP ജയരാജൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് നമ്മുടെ റിപ്പോർട്ടറിൻ്റെ ബ്രേക്കിംഗ് അവേഴ്സിൽ EP ജയരാജനെ ടെലിഫോൺ ലൈനിൽ കണക്ട് ചെയ്തപ്പോൾ EP ജയരാജൻ വളരെ കൺസിസ്റ്റൻ്റായി പറയുന്നത് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ലീഗിന് ഇപ്പോഴുള്ളതിനേക്കാൾ സീറ്റ് കിട്ടുമെന്നാണ്. നമുക്കറിയാം, രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ഇപ്പോഴുള്ളതിനേക്കാൾ സീറ്റ് മുസ്ലിം ലീഗിന് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കിട്ടില്ല. മലപ്പുറത്ത് ജയിക്കാൻ സാധിക്കും മുസ്ലിം ലീഗിന്. പൊന്നാനിയിൽ അതിശക്തമായിട്ടുള്ള ഫൈറ്റാണ് ഉണ്ടാവുക. അവിടെ ജയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ അതിനേക്കാൾ സീറ്റ്, അതായത് 2നേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടും എന്ന് EP ജയരാജൻ പറയുമ്പോൾ ലീഗ് ഒരു സൗഹാർദ്ദ മത്സരത്തിന് ഒരുങ്ങുകയാണ് എങ്കിൽ CPM LDF ഒരുപക്ഷെ അടവ് നയം സ്വീകരിച്ചേക്കാം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. കോഴിക്കോടോ മറ്റേതെങ്കിലും ലോക്സഭാ മണ്ഡലത്തിലോ ഒരുപക്ഷെ അടവ് നയം സ്വീകരിച്ച് 2 എന്നുള്ളതിൽ നിന്ന് 3ലേക്ക് എത്തിക്കുകയാണെങ്കിൽ മലബാറിൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേണമെങ്കിൽ ചാലക്കുടി, തൃശ്ശൂർ വരെ ലീഗിൻ്റെ സഹായം LDFന് കിട്ടുന്ന വിധത്തിൽ കളമൊരുക്കാൻ, അതിൻ്റെ നിലമൊരുക്കാൻ യഥാർത്ഥത്തിൽ EP ജയരാജനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ആ ശ്രമത്തിൻ്റെ കൂടി ഫലമാണ് ഇന്നലെ വരെ രാജ്യസഭാ സീറ്റിനെ കുറിച്ച് ചർച്ചയില്ലാതായപ്പോൾ ഇന്നലെ വളരെ സജീവമായി രാജ്യസഭാ സീറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഇന്നലെ തന്നെ ഏതാണ്ട് രാജ്യസഭാ സീറ്റ് എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഇല്ലാതെ ഇന്നത്തെ നിലയിൽ UDF ഇല്ല എന്നുള്ള കാര്യം കോൺഗ്രസിനും അറിയാം. അതറിയുന്നത് കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് വളരെ സജീവമായി. നമുക്ക് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് വളരെ പരസ്യമായി സ്റ്റേറ്റ്മെൻറ്റ് പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ പരസ്യമായി വിമർശിക്കുകയോ ചെയ്യാതെ തന്നെ വളരെ അച്ചടക്കത്തോടുകൂടിയും ഒതുക്കത്തോടെയുമാണ് ഈ വിഷയത്തെ അവതരിപ്പിച്ചത് എന്നുള്ളതാണ്. എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ ആ വിഷയം പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് പറയുകയും അതിന് കൃത്യമായ ബോഡി ലാംഗ്വേജ് സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുറഞ്ഞത് PK കുഞ്ഞാലിക്കുട്ടിയും എന്ന് നമ്മൾ കണ്ടാണ്. ആ മെസ്സേജ് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു. ആ മെസ്സേജ് കൃത്യമായി കോൺഗ്രസ് മനസ്സിലാക്കുകയും ഇന്നലെ തന്നെ കോൺഗ്രസ് എന്നാൽ പിന്നെ രാജ്യസഭ കൊടുത്തുകൊള്ളാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. അതായത് 2 ലോക്സഭാ സീറ്റുകൾ, 2 രാജ്യസഭാ സീറ്റുകൾ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ലോക്സഭാംഗത്തെ തീരുമാനിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗ് ഒരു രാജ്യസഭാംഗത്തെ കൂടി ചോദിച്ചിട്ടുണ്ട്. രാജ്യസഭയുടെ ചർച്ച തുടങ്ങിയിട്ടില്ല എന്നാണ് DMK അവരോട് മറുപടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലീഗിന് സ്വാഭാവികമായിട്ടും നമ്മൾ പറയാറുണ്ടല്ലോ സ്ട്രൈക്ക് റേറ്റ് കൂടുതലാണ് എന്ന്. അപ്പോൾ സ്ട്രൈക്ക് റേറ്റ് പഴയതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ 5 പാർലമെന്റ് അംഗങ്ങൾ ഉള്ള ഒരു സംവിധാനമായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി തമിഴ്നാട്ടിൽ നിന്നൊരു രാജ്യസഭ കൂടി കിട്ടുകയാണെങ്കിൽ അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ്. നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ഈ മുസ്ലിം വോട്ടുകളോട് ഒരു തരത്തിലും ഏറ്റുമുട്ടാനില്ല എന്ന് മാത്രമല്ല വളരെ സൗഹാർദ്ദപരമായ നിലപാടാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി എടുത്തു വരുന്നത്. അതാണ് ഉണ്ണി നേരത്തെ ഉദ്ധരിച്ച
മുസ്ലിം വോട്ടുകൾ നിർണായകമായ നിയമസഭാ മണ്ഡലങ്ങളിൽ CPM-ന്റെ LDF-ന്റെ സ്ട്രൈക്ക് റേറ്റ് ഇത്രയധികം ഉയർന്നു. ആ സ്ട്രൈക്ക് റേറ്റ് നിലനിർത്തുക എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് ഇതുവരെ സാധ്യമായിട്ടുള്ളതെങ്കിൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും എത്തിക്കണം, അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലേക്ക് എത്തിക്കണം എന്നുള്ള പൊളിറ്റിക്സാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ P ജയരാജനെ പോലുള്ളവർ പരമാവധി ലീഗിൻ്റെ പൊളിറ്റിക്സിന് ഉപകരിക്കുന്ന വിധത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്ത് ഇവരൊറ്റക്കാകില്ല എന്നുള്ള സൂചന കൃത്യമായി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഇനിയിപ്പോൾ ഈ വിഷയം പരിഹരിച്ചോ UDF എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അത് പൂർണ്ണമായും പരിഹരിച്ചു എന്ന നിലപാട് എനിക്കില്ല. മൂന്നാം സീറ്റ് എന്ന വിഷയം ഉയർത്തുന്നതിൻ്റെ മൂല കാരണം എന്താണ് എന്ന് നമ്മൾ നോക്കുക. കോൺഗ്രസ് മതേതര വിഷയങ്ങളിൽ, ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഇടപെടുന്നത് എത്ര കണ്ട് കാര്യക്ഷമമാണ് എന്നുള്ള ഒരു ചോദ്യം മുസ്ലിം വോട്ടർമാരുടെ ഇടയിലുണ്ട്. അത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പലപ്പോഴുമുള്ള സൗണ്ട് ബൈറ്റുകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ലീഗ് പറയാതെ പറയുന്നത് ഈ മതേതര വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് കാര്യക്ഷമമായി ഇടപെടാൻ ഏറ്റവും കുറഞ്ഞത് 2019-2024 കാലഘട്ടത്തിലെ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ബില്ലുകൾ, നിയമങ്ങൾ, ആ ബില്ലുകളും നിയമങ്ങളിലും യഥാർത്ഥത്തിൽ ഒരു നിലപാട് പറയാനോ അല്ലെങ്കിൽ ആ നിലപാടിനൊപ്പം മതേതര വോട്ടുകളെ എത്തിക്കാനോ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ഗ്രീവൻസ്, ഒരു പരാതി ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പോൾ നമ്മൾ 307-ൻ്റെ കാര്യത്തിലായാലും പൗരത്വ ബില്ലിൻ്റെ കാര്യത്തിൽ മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെയും ലീഗിന് ഈ പരാതി ഉണ്ട് എന്ന് നമ്മൾ വ്യത്യസ്തമായ അവസരങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ഇനി ഞാൻ ചുരുക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. 5-ൽ കൂടുതൽ സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുകയാണ് എങ്കിൽ LDF-നെ 2026-ൽ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന ചിന്ത, ആശങ്ക മുസ്ലിം ലീഗിനെ പിടികൂടും. അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പോടുകൂടി അക്കാര്യത്തിലൊരു കൺക്ലൂഷനിലേക്ക് ലീഗ് എത്തും. അങ്ങനെയാണെങ്കിൽ സുധാകരൻ, VD സതീശൻ ഈ നേതൃത്വത്തിന് UDF-നെ നയിക്കാൻ കഴിയുമോ എന്നുള്ള ചിന്ത ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് കുറച്ചുകൂടി ശബ്ദത്തിൽ ഉയർത്താൻ ലീഗിന് തയ്യാറാകേണ്ടി വരും. മാത്രമല്ല ഏതൊക്കെ രീതിയിൽ മാറ്റം വരുത്തണമെന്ന്. നേരത്തെ AK ആന്റണിയെ മാറ്റുന്ന സമയത്ത്, അതിനു മുമ്പ് കരുണാകരനെ മാറ്റുന്ന സമയത്ത്, AK ആന്റണിയെ മാറ്റുന്ന സമയത്ത് ഒക്കെ തന്നെയും മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം കൃത്യമായി ഹൈക്കമാൻഡ് തേടിയിരുന്നു. ഈ ഘട്ടത്തിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും എങ്ങനെയാണ് UDF മാറേണ്ടത്, അതിൻ്റെ നേതൃത്വം എങ്ങനെയാണ് മാറേണ്ടത് എന്നെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ കൂടി, അതായത് വിഷയങ്ങളിൽ കോൺഗ്രസ് ഒരു പ്രോ ഹിന്ദുത്വ സമീപനം എടുക്കുന്നുണ്ടോ, ഒരു മൃദു ഹിന്ദുത്വ സമീപനം എടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടി വരും. നേതൃത്വം മാറേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടി വരും. സുധാകരന്റെ കാര്യത്തിൽ അവർ വളരെ കൃത്യമായി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് കുറച്ചുകൂടി ശബ്ദത്തിൽ പറയും എന്നാണ് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ശരി, നമുക്ക് Meet the editors.